രൂപീകരിക്കുന്ന അവസരത്തിൽ കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രൂപീകരിച്ചതെങ്കിൽ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്ത ലോക ജംഇയ്യത്തുൽ ഉലമയുടെ പദവിയിലേക്ക് ഉയർന്നിരിക്കുന്ന സഹാബത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസ്കരിച്ച് സമുദ്ധരിച്ച് ഏറ്റവും നല്ല പരിശുദ്ധാത്മാക്കളാക്കി വാർത്തെടുത്തിരിക്കുന്നത്. ആ മഹത്തുക്കളായ സ്വഹാബത്തിനെ പിൻപറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചു. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരെ നിങ്ങൾ അനുധാവനം ചെയ്താൽ നിങ്ങൾ നേർവഴിയിലാകും എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ സഹാബത്തും മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സഹാബത്തും ഉൾക്കൊള്ളുന്ന ഈ വിഭാഗത്തിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്, അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആ അഹ്ലി സുന്നത്തി വൽ ജമാഅ തന്നെയാണ് ഹഖായ ത്വായിഫത്ത്. ആ ഹഖായ ത്വായിഫത്ത് ഖിയാമത്ത് നാൾ വരെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അത് വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 25 വർഷക്കാലമായി ഇവിടെ വന്നിരുന്ന കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷകഘടകങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംഘത്തിന് ഇനിയും ഒരുപാട് ഉയരാനും വളരാനും സാധിക്കും. അതിനെ തടയുവാനോ അതിനെ തകർക്കുവാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഇവിടെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന അവസരത്തിൽ കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രൂപീകരിച്ചതെങ്കിൽ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്ത ലോക ജംഇയ്യത്തുൽ ഉലമയുടെ പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന സന്തോഷം ഇവിടെ ഞാൻ പങ്കിടുകയാണ്. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോക മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാകമാകത്തക്ക വിധത്തിൽ അത് വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളെയോ അതിൻ്റെ ഫത്വകളെയോ അത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളെയോ ഇന്നേ വരെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല എന്നത് ഒരു അഹങ്കാരം പറയലല്ല, ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിത്തറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പദ്ധതികളാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ പദ്ധതികളുമെല്ലാം നല്ലതുപോലെ അറിയുന്നവരാണ് നിങ്ങളെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നാലും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളായിരുന്നാലും മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏത് വിഷയത്തെയും ആധികാരികമായി അതിൽ പങ്കുകൊണ്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇഅ്തിഖാദും അവരുടെ വിശ്വാസവും അവരുടെ കർമ്മങ്ങളും കാത്തു സൂക്ഷിക്കുക എന്ന അതിമഹത്തായ ദൗത്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്ത് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും അതാതിൻ്റെ സമയത്ത് ഏറ്റെടുത്തുകൊണ്ട് ഈ സമുദായത്തെ രക്ഷിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10,700 മദ്രസകൾ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയായി അത് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതിക്ക് പുറമെ ഒരുപാട് മറ്റ് പദ്ധതികളും വിദ്യാഭ്യാസ പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചപ്പോൾ 2 കൈയും നീട്ടി ഈ സമുദായം സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി
100ാം വാർഷികത്തിൻ്റെ ഒരു ഉപഹാരമായി ഒരു നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരംഭിച്ചിട്ടുണ്ട്. SNEC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ച് അതിനെ ഈ സമുദായത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ സമുദായം അത് സ്വീകരിക്കാൻ വേണ്ടി ജാഗരൂകരായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ